ഡ്രസ് വിത്ത് മീ അപ്പം ഒന്നുമില്ല. ഡ്രസ് ചെയ്തിട്ട് വേഗം ഇറങ്ങണം നമ്മൾ. ഇന്ന് നമ്മൾ എവിടെ പോകണമെന്ന് വെച്ചാൽ ഇന്നും ബർത്ത്ഡേ ഉണ്ട്. എല്ലാ ദിവസവും ബർത്ത്ഡേ ആണോ? ഈ ഓഗസ്റ്റ് ഫുള്ള് ബർത്ത്ഡേ ആണോ? ഇന്ന് 7/8/2025. ഇന്ന് നിൽക്കില്ല. ടൈം ഭയങ്കര വാല്യൂബിൾ ആണ്. നമ്മൾ ടൈമിനനുസരിച്ച് കാര്യങ്ങൾ നിൽക്കണം, അല്ലെങ്കിൽ നമ്മൾ എവിടെ എത്തില്ല. സോ നമ്മുടെ വാച്ച് എല്ലാവർക്കും ഈ ഗോൾഡൻ വാച്ച് ഇഷ്ടമായി തോന്നണം. ഈ ഗോൾഡൻ വാച്ചിനെ കുറിച്ചിട്ടുള്ള റിവ്യൂ കമ്മിങ് ഡേയ്സിൽ പറയുന്നതാണ്. നമ്മൾ കൺഫോളിലെത്തി. നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ്. ഒരുമാതിരി വെയിലും ചൂടും പിന്നെന്താ നല്ല ക്ലൈമറ്റ്. ഞാൻ നിൽക്കുന്ന സ്ഥലം നമ്മുടെ സുന്ദരിയോടെയാണ്. പിന്നെ ആ കാണുന്നതാണ് എൻ്റെ റൂം. പക്ഷേ എല്ലാവർക്കും ഞാൻ വാങ്ങിയ ഗിഫ്റ്റ് എന്താണെന്ന് അറിയണ്ടേ? ഇതാണ് ഗിഫ്റ്റ്. 0 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള ഫ്രീ അതിനും ബ്രഷും പേസ്റ്റും എല്ലാവരും നന്നായി പല്ലതേക്കട്ടെ. ഇതാണ് നമ്മുടെ കാറിലെ കവറ്. ഇത് നമ്മുടെ കാറിലുള്ള കാറൊക്കെ ട്രാഫിക്. അങ്ങനെ ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് നമ്മൾ കടയിൽ നിന്ന് ഇറങ്ങി. വലിയ ഡെക്കറേഷനൊന്നുമില്ല, നല്ല വെയിൽ. അതിൻ്റെ ഇടയിൽ നമുക്ക് ബീച്ചിൽ നിന്ന് സാധനം കിട്ടിയിട്ടുണ്ട്. അത് കിട്ടുമെന്ന് നോക്കാം. ലച്ച് ആ സാധനം സക്സസ് ആയി. നമുക്ക് നമ്മുടെ പാക്കറ്റ് കിട്ടി. ഈ പാക്കറ്റാണോ കൂട്ടുകാരനുള്ള ഗിഫ്റ്റ്? അല്ലല്ലോ, കൂട്ടുകാരനുള്ള ഗിഫ്റ്റ് ഓൾറെഡി നമ്മൾ പാക്ക് ചെയ്തതല്ലേ. ഇത് വേറൊരു സാധനമാണ്. അതിനൊരു അൺബോക്സിങ് വീഡിയോയിൽ കാണിക്കാം. എന്തായാലും വലിയ പെട്ടിയാണ്, പക്ഷേ സാധനം ചെറുതാണ്. പെട്ടിയായിട്ട് നമ്മളെ യൂണിവേഴ്സിറ്റിയുടെ അതോടെ പോണേ. ആ കാണുന്നതാണ് യൂണിവേഴ്സിറ്റിയുടെ അവിടെയുള്ള പാലം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ബ്രിഡ്ജാണ്. ബ്യൂട്ടിഫുൾ അല്ലേ? സ്കൈ അടിപൊളി. പിന്നെ കുറേ വണ്ടികൾ കാർ പാർക്കിങ്ങിൽ ഇട്ടിരിക്കുന്നത് കാണാം. എന്താണെന്നറിയില്ല, കുറേ വണ്ടികളുണ്ട് കാർ പാർക്കിങ്ങിൽ. ഇവിടെ കുറേ മഞ്ഞ നമ്പർ പ്ലേറ്റുള്ള വണ്ടികൾ കാണാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഇത് ജർമ്മനിയാണ്. ജർമ്മനി നോർമലി വൈറ്റാണ്, പക്ഷേ ഇവിടെ മഞ്ഞ കാണാം. വൈ? ഇറ്റ്സ് ബിക്കോസ് ഐ സ്റ്റേ നിയർ നെതർലാൻഡ്സ്. എന്നെ എന്ന് പറഞ്ഞാൽ നെതർലാൻഡ്സ്. അങ്ങനെ ഫുട്പാത്തൊക്കെ കിടന്നു. ഈ റെഡ് വാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കിളിന് പോകണതാണ്. സൈക്കിൾ ഇതുകൂടെയാണ് നമ്മൾ നടക്കാൻ പാടുള്ളൂ. ലൈക്ക് ഈ വൈറ്റ് അവിടെ റെഡ് ഉണ്ടല്ലേ ആ ഒരു സൈഡിൽ, അതുകൂടെ സൈക്കിൾ ഓടിച്ച് വരും. ആൻഡ് ഇതുകൂടെ നമ്മൾ നടക്കും, ഇതുകൂടെ സൈക്കിൾ ഓടിക്കും. ഇതോടെ നമ്മൾ നടക്കും, ഇതോടെ സൈക്കിൾ ഓടിക്കും. ഓക്കെ, മനസ്സിലായില്ലേ? പറയുന്നതൊക്കെ മനസ്സിലാവില്ല എല്ലാവർക്കും. നമ്മൾ വലിയ ധൃതിയൊക്കെ പിടിച്ചിട്ട് കാര്യമില്ല, കാരണം എല്ലാതും അതിൻ്റേതായ സമയത്താണ് നടക്കുക. ആ ട്രെയിൻ പോയിട്ടില്ല. ഒരു ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒപ്പം. അപ്പോൾ ആ ഫ്രണ്ട് ഒരു പടിക്ക് ലേറ്റ് ആവും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാ ഒറ്റയ്ക്ക് പോകണേ, ഫ്രണ്ടിനെ കൂട്ടിയിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് എന്തായാലും തിരിച്ച് വീട്ടിലേക്ക് പോയിട്ട് ഈ പെട്ടി അൺബോക്സ് ചെയ്യാം. സോ ഐ വിൽ ഷോ യു വാട്ട് ഈസ് ഇൻസൈഡ് ദിസ് വൺ. അങ്ങനെ നമ്മൾ പെട്ടിയും പ്രമാണമൊക്കെ ആയിട്ട്, പ്രമാണമല്ല പെട്ടി മാത്രമായിട്ട് നമ്മൾ പോവാണ്. ഭയങ്കര ഹോട്ട്, ഞാനും ഹോട്ട്, വെതറും ഹോട്ട്. സോ ഡ്രസ്സൂരി, ഷർട്ടൂരി. ആൻഡ് ലെറ്റ്സ് ഓപ്പൺ ദ പാക്കേജ്. ലെറ്റ്സ് ഗോ ടു ദ റൂം നമ്പർ 3. അല്ല, 3rd floor then to റൂം അറിയില്ല, നമ്പർ അറിയില്ല. നല്ല ചിക്കൻ്റെ വേണം. ആരോ ചിക്കൻ നിർത്തുന്നുണ്ട്. ഇതാണ് റൂം നമ്പർ 308. ഓക്കെ, ഇനി അൺബോക്സിങ് വീഡിയോയിൽ ഇതുകൂടി ആഡ് ചെയ്യാണ്.